ഇവിടെ ഡെയിലി നമ്മുടെ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു നരക ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഓഫീസിൽ പോയാൽ പോലും ഒരു പ്രാന്തനെ പോലെ വൈഫിൻ്റെ ഫോട്ടോയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ്റെ ഓഫീസിലെ HR ഇവനെ വിളിച്ചിട്ട് നീ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ ജോലിയിൽ വിട്ട് തൂക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞതു. ഇവനാണെങ്കിൽ ഇവളും ഇവളുടെ ബോയ് ഫ്രണ്ടും കൂടിയുള്ള ഒരു വീഡിയോ ഇവനെ എടുത്തു വെച്ചിട്ട് നീ എങ്ങാനും എന്നെ ജോലി വിട്ട് തൂക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പുറത്താക്കുമെന്ന് പറയാണ്. ബാക്കി പെമ്പിള്ളേരൊന്നും ഇവൻ്റെ അടുത്ത് വരുന്ന ഇവന് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇവൻ്റെ വൈഫിൻ്റെ അടുത്ത് അത്രയ്ക്ക് ലോയലായിരിക്കണം എന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയും അവൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തോ ഒരു സാധനം കാണാതെ പോയിട്ട് അത് എടുത്തു തന്നാൽ ഇന്ന് നിന്നെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വേണ്ടി വിടാന്ന് പറഞ്ഞത് ഇവള് എന്തോ ഭ്രാന്ത് പിടിച്ച പോലെ അത് തേടാൻ തുടങ്ങാണ്. അങ്ങനെ അവൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കൈ പിടിച്ച് തിരിക്കുകയാണ് ഇവൻ. കാരണം അതിൽ ഗൗതം നേഹ എന്ന് പറഞ്ഞിട്ട് അവൾ ടാറ്റു അടിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവനും ഇപ്പോഴും നീ അവനെ മറന്നിട്ടില്ലല്ലെന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ ചൂട് വെക്കാണ്. ഈ ഗൗതം ഇവളുടെ ചെറുപ്പം മുതലേ തന്നെയുള്ള ഒരു ഫ്രണ്ടാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മ മരിച്ചു പോകുന്നത്. അതിനുശേഷം ഇവളുടെ മാമനായിരിക്കും ഇവളെ നോക്കുന്നത്. അവിടെ ആണെങ്കിലും ഇവക്ക് ഗൗതമിനെ മറക്കാൻ പറ്റാതെ ഡെയിലി അവനെ ഫോൺ വിളിച്ച് സംസാരിച്ച് ഇവർ പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവനും ഇവൾ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ സർപ്രൈസ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യാണ്. അങ്ങനെ അവസാനം വരെ ഇവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പേര് തന്നെ ടാറ്റു ആയിട്ട് അടിക്കുന്നത്. ഈ ഹസ്ബൻഡ് ഓരോന്ന് ചെയ്യുമ്പോൾ ഇവൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കൂടെയുള്ള ഗൗതമിൻ്റെ കൂടെയുള്ള നല്ല മെമ്മറീസ് ആലോചിക്കുന്നത്. അങ്ങനെ ഇവൾ അടുത്ത ദിവസം ഓഫീസിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഹസ്ബൻഡ് കാറിൽ തന്നെ കൊണ്ടുവിടാണ്. അവിടുത്തെ പാർക്കിങ്ങിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് തെറ്റായിട്ട് ഇവളുടെ അടുത്ത് നടക്കാണ്. അങ്ങനെ പുറത്ത് വന്നിട്ടുള്ള ഇവള് റെസ്റ്റ് റൂമിൽ വന്നിട്ട് ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവളും അവളുടെ ഹസ്ബൻഡിൻ്റെ തൊല്ല താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെ നൈറ്റ് ഇവക്ക് കഴിക്കാൻ വേണ്ടി ലഡ്ഡു കൊടുത്തത് ഇവളത് കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഇവനും നീ ഗൗതമിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇപ്പോൾ എന്നെ വെറുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കളഞ്ഞിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിറകൊക്കെ അടുക്കി വെച്ചിട്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ തീ കൊളുത്തി ചാവെന്ന് പറയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവനെ ഇഷ്ടമാണെന്ന് ഇവള് പറയാണ്. അതിന് ശേഷമാണ് അവൻ നോർമൽ ആവുന്നത് തന്നെ. ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക.